പ്രിയപ്പെട്ടവരെ, നമസ്കാരം. അതീവ ദുഃഖത്തോടു കൂടിയാണ് ഈ വീഡിയോ ഞാൻ സംപ്രേഷണം ചെയ്യുന്നത്. ഞാനൊരു അധ്യാപകനാണ്, ഇപ്പോഴും അധ്യാപകനാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു അധ്യാപകനാണ്. എനിക്ക് ഏറെ ബഹുമാനവും ഇഷ്ടവുമുള്ള ഒരു സ്ഥാപനമാണ് ഇഗ്നോ. പക്ഷേ ഞാനടക്കമുള്ള അധ്യാപകരെ ഞാൻ ചെന്നായ്ക്കൾ എന്ന് വിളിക്കേണ്ടതുണ്ടോ? കുടിയന്മാരുണ്ട് എന്ന് എനിക്കറിയാം, അധ്യാപകരുടെ ഇടയിൽ കുടിയന്മാരുണ്ട് എന്ന് എനിക്കറിയാം, തെമ്മാടികളും ഉണ്ട് എന്നും എനിക്കറിയാം. പക്ഷേ പഠിച്ച വിഡ്ഢികൾ എന്ന് പറഞ്ഞാൽ ഒട്ടും അത് കുറയില്ല. കള്ളന്മാരും കള്ളനാണയങ്ങളും ഉള്ള ഒരു ലോകത്താണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അത്യധികം ദുഃഖത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു പെൺകുട്ടിയുടെ ഒരു വാട്സപ്പ് സന്ദേശമാണ് ഈ വീഡിയോയ്ക്ക് കാരണം. ആ വാട്സപ്പ് സന്ദേശം നൽകിയതിന് ശേഷം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇക്കാര്യത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്, വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തെങ്കിലും ഒരു ദുരന്തം നടന്നതിന് ശേഷമാണോ ഉന്നത അധികാരികൾ ഇതിന് വിജിലന്റ് ആവുക? എന്തെങ്കിലും ഒരു ദുരന്തം നടക്കണോ, ഇഗ്നോയിലെ വിദ്യാർത്ഥികൾ ആരെങ്കിലും എന്തെങ്കിലും കടുങ്കൈ ചെയ്യണോ, എന്നിട്ടേ നിങ്ങൾ ഇതിനുള്ള പരിഹാരം തരികയുള്ളൂ? അത്തരത്തിലുള്ള ഒരു ആശങ്ക പങ്കുവച്ചാൽ ചിലപ്പോൾ അതൊരു കുറ്റമായി മാറുമോ? പല ആശങ്കകൾ ഇതിന്റെ അകത്തുണ്ട്. വളരെ വ്യക്തമായി ചില സംഗതികൾ എനിക്ക് സൂചിപ്പിക്കാം, വളരെ വ്യക്തമായി പറയേണ്ടതുണ്ട്. അധ്യാപകർ, മൂല്യനിർണയം നടത്തുന്ന അധ്യാപകർ, കെയർലെസ് ഇവാലുവേഷൻ നടത്തുന്ന അധ്യാപകർ, അധ്യാപക വേഷം കെട്ടിയ മന്ദബുദ്ധികളാണ്. കെയർലെസ് ഇവാലുവേഷൻ നടത്തുന്ന അധ്യാപകർ അധ്യാപക വേഷം കെട്ടിയ മന്ദബുദ്ധികളാണ്, സ്ലോ ലേണേഴ്സ് ആണ്. അവർക്ക് അക്കാഡമിക് നിലവാരം തീരെ ഇല്ല. കടലാസിൽ അവർ എങ്ങനെയൊക്കെയോ തട്ടിപ്പ് നടത്തി അവർ സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. സ്വമേധയാ അവർക്കെതിരെ കേസ് കൊടുക്കണം, കേസ് എടുക്കണം. ഈ വീഡിയോയിൽ ഉടനീളം ആർക്കെതിരെ കേസ് കൊടുക്കാം, എങ്ങനെ കേസ് കൊടുക്കാം, അതിന് അടിസ്ഥാനപരമായ കാരണം എന്ത് എന്നുള്ളതാണ് ഞാൻ താങ്കളുമായി പങ്കുവെക്കുന്നത്. ഇഗ്നോയിലെ എല്ലാ വിദ്യാർത്ഥിനികളും, കെയർലെസ് ഇവാലുവേഷന് ബലിയാടായ എല്ലാ വിദ്യാർത്ഥിനികളും നാളെ എന്നെടുത്തു വയ്ക്കാതെ ഇപ്പോൾ ഈ നിമിഷം ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക. ഒരു പേപ്പറും ഒരു പേനയും എടുക്കുക. കുറെ അഡ്രസ്സുകൾ ഞാൻ തരുന്നു, അത് നിങ്ങൾ പരമാവധി എഴുതിയെടുക്കുക. ഇന്ന് തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇന്ന് തന്നെ നിങ്ങൾ ഞാൻ പറയുന്ന ചില സംഗതികൾ ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കൂടിയാലോചിച്ച് ചെയ്യാം. ഇത് ഇത്തരത്തിലുള്ള ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കൾ എന്നൊക്കെ നമ്മൾ പുസ്തകത്തിൽ കഥകളിൽ പഠിച്ചിട്ടുണ്ട്, കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ മന്ദബുദ്ധികളായിട്ടുള്ള അധ്യാപകർ ഞങ്ങൾക്കൊക്കെ മൂല്യനിർണയം നടത്തി ഞങ്ങളുടെ ജീവിതം ഹോമിക്കുന്നത് എന്തിന്? ഈ നാട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ? ഇത് കുറേയായി അനുഭവിക്കുന്നു. കേരളത്തിലെ മലയാളി വിദ്യാർത്ഥിനികൾ കുറേയായി അനുഭവിക്കുന്നു. എന്താണ് ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്? ഈ വീഡിയോയ്ക്ക് അടിസ്ഥാനമായ കാരണം ഇന്ന് എനിക്ക് വന്ന ഒരു മെസ്സേജാണ്, വാട്സപ്പ് മെസ്സേജാണ്. ഈ ഒരു നമ്പറിൽ നിന്ന് തെളിവിനടക്കമാണ് ഞാൻ ആ ഒരു നമ്പർ താങ്കൾക്ക് കാണിക്കുന്നത്. ആ കുട്ടി പറഞ്ഞ വാക്ക് ഞാൻ ആദ്യം പറഞ്ഞു തരാം. സർ, ഇത് കണ്ടോ? സങ്കടത്തോടു കൂടിയാണ് പറയുന്നത്. സർ, ഇത് കണ്ടോ? എങ്ങനെയാ ഇഗ്നോ വാല്യുവേഷൻ വരുന്നേ? സർ, ഇത് കണ്ടോ? സർ, ഇത് കണ്ടോ? ഇങ്ങനെയാ ഇഗ്നോ വാല്യുവേഷൻ വരുന്നേ? ഞാനൊക്കെ സാറിന്റെ വീഡിയോസ് കണ്ടിട്ടാ ഇഗ്നോ ചൂസ് ചെയ്തത്. സ്വാഭാവികമായും എന്റെ വാക്കുകൾ കേട്ട് ഇഗ്നോ ചൂസ് ചെയ്ത കുട്ടിക്ക് ഒരു അബദ്ധം പറ്റുമ്പോൾ ഞാൻ ഇത് പറയാൻ ബാധ്യസ്ഥനാണ്. 24 പേജൊക്കെ എഴുതിയിരിക്കണു, ഞാൻ എഴുതി. എന്തടിസ്ഥാനത്തിലാണ് ഈ രണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് 2 മാർക്ക്. ആദ്യം ആ കുട്ടിയുടെ വാചകങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. എന്തടിസ്ഥാനത്തിലാണ് ഈ രണ്ടൊക്കെ? റീവാലുവേഷന് കൊടുത്താൽ മാർക്ക് എന്താണ്
എന്നത് ഉറപ്പാണ്, കൂടുമെന്നുള്ളത് ഉറപ്പാണ്. അത് അറിയാതെ ഒരു പി അവിടെ വന്നുപോയി. കൂടുമെന്നത് ഉറപ്പാണ്. ബട്ട് കൂടിയാലും ആ എമൗണ്ട് റീഫണ്ട് ചെയ്യൂലല്ലോ. 750 രൂപക്ക് മൂല്യമുണ്ട് സുഹൃത്തെ. താങ്കളെ പോലെ 1.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ഒരു വ്യക്തിയല്ല, അത്തരത്തിലുള്ള ഒരു കുടുംബത്തിലുള്ള വ്യക്തികളല്ല ഇവിടെ. അത് ഉറപ്പാണ്. ബട്ട് കൂടിയാലും ആ എമൗണ്ട് റീഫണ്ട് ചെയ്യില്ലല്ലോ. എന്ത് കഷ്ടമാണ് സാർ. എത്ര കംപ്ലൈന്റ് കൊടുത്തു, ഭയങ്കര സ്ട്രെസ്സാണ് സാർ. ആ വാക്കാണ് എന്നെ അലോസരപ്പെടുത്തുന്നത് ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലക്ക്. സ്ട്രെസ് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ഘട്ടങ്ങൾ എന്തൊക്കെയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് വളരെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥനയോടുകൂടി ഈ വീഡിയോ പങ്കുവെക്കുന്നത്. ഒരു കുട്ടിക്കും ഇങ്ങനെ ഒരു സ്ട്രെസ് അനുഭവിക്കാൻ ഇടയാകരുത്. ഇത്തരത്തിലുള്ള ഒരു സ്ട്രെസ്സും ഒരു കുട്ടിക്കും ഇടയാകരുത്. അപ്പൊ ഭയങ്കര സ്ട്രെസ്സാണ് സാർ. ഇത് എന്റെ മാത്രമല്ല, പലരുടെയും അനുഭവമാണ്. എന്താണ് ഈ സത്യത്തിൽ ഈ കുട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത് നോക്കൂ. ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ മാർക്ക് ലിസ്റ്റ് ആണ്, ഇന്ന് ഇറക്കിയ മാർക്ക് ലിസ്റ്റ് ആണ്. വൈകിട്ട് 3 മണിക്ക് ഇന്ന് ഇറങ്ങിയ മാർക്ക് ലിസ്റ്റില് ആ കുട്ടിക്ക് BPCC 111 50ൽ 36 എന്ന് പറഞ്ഞാൽ 72% മാർക്ക് നമ്മൾ അനലൈസ് ചെയ്യണം സുഹൃത്തുക്കളെ. 50ൽ 30 മാർക്ക് എന്ന് പറഞ്ഞാൽ 100ൽ 60 മാർക്ക്, 72 മാർക്ക്, 60 മാർക്ക്. 50ൽ 18 മാർക്ക് പാസ്സായിരിക്കുന്നു, 50ൽ 18 മാർക്ക് പാസ്സായിരിക്കുന്നു. 100ൽ 55 മാർക്ക് പാസ്സായിരിക്കുന്നു, 100ൽ 65 മാർക്ക് പാസ്സായിരിക്കുന്നു. ചുരുക്കത്തിൽ 3ൽ കൂടുതൽ, ഫസ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ ഉള്ള മാർക്കാണ്. 100ൽ 2 മാർക്ക്. ഈ മാർക്ക് ലിസ്റ്റ് നോക്കിയവൻ ആരാണ്? ഏത് വിദ്വാനാണ്? ഇത്രയും ഞാൻ പറയാൻ കാരണം ഞാനൊരു എക്കണോമിസ്റ്റും കൂടിയാണ്, ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യനും കൂടിയാണ്. എക്കണോമിക്സ് പഠിപ്പിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ അധ്യാപകനാണ്. സ്വാഭാവികമായും കോറിലേഷൻ എന്ന് പറയുന്ന ഒന്നുണ്ട്. ഏത് കോടതിക്കും ഇത് നോക്കാവുന്നതാണ്. കോറിലേഷൻ അനാലിസിസ് ഞങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള കള്ള നാണയങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇവിടെ BPCC 111 BPCC 112 തമ്മിലുള്ള ബന്ധം കോറിലേഷൻ അനാലിസിസ്, പോസിറ്റീവ് കോറിലേഷൻ ആണ്, ഹൈ പോസിറ്റീവ് കോറിലേഷൻ ആണ്. 111 142 ഹൈ പോസിറ്റീവ് കോറിലേഷൻ ആണ്. എല്ലാ സംഗതികളും ഹൈ പോസിറ്റീവ് കോറിലേഷൻ ആണ്. 143 എത്തുമ്പോൾ അത് നെഗറ്റീവ് കോറിലേഷനായി മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് തെറ്റാണ്. 1000 വട്ടം ഇത് തെറ്റാണ് സുഹൃത്തുക്കളെ. ഇനി നമുക്ക് ഒരു കഷ്ടത ഈ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമുക്ക് ഇനി ചെയ്യാനുള്ളത് ചെയ്യുക തന്നെ വേണം. ഇതിന്റെ പേരിൽ നമ്മൾ എന്ത് കഷ്ടത അനുഭവിച്ചാലും നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. നമുക്ക് ഇത്തരത്തിലുള്ള കള്ള നാണയങ്ങളെ കണ്ടുപിടിക്കണം. എന്തെങ്കിലും ഒരു ദുരന്തം വന്നതിന് ശേഷം മതിയോ നമുക്ക് ചെയ്യേണ്ടത്? ഇത്തരത്തിലുള്ള സംഗതികൾ വരുമ്പോൾ നമ്മൾ ആരെയൊക്കെയാണ് സമീപിക്കേണ്ടത്? കോടതികളെ നമ്മൾ സമീപിക്കണം, കമ്മീഷനുകളെ നമ്മൾ സമീപിക്കണം. നിയമപരമായി ചെയ്യാനുള്ളതെല്ലാം നേരത്തെ ചെയ്തു വെക്കണം. നമുക്ക് നിയമപരമായി ചെയ്യാം. നാളെ എന്നല്ല, ഇന്ന്, ഇപ്പോൾ, ഈ നിമിഷം നിങ്ങളുടെ കയ്യിലുള്ള പേപ്പറിൽ ഇനി ഞാൻ പറയുന്നത് എഴുതിയെടുക്കുക. ഇന്ത്യയിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ, കേരളത്തിന്റെ മനുഷ്യാവകാശ കമ്മീഷന്റെ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോയിൽ നൽകുന്നു. നിങ്ങൾ അത് പരിചയപ്പെട്ട് അതിനുള്ള അഡ്രസ്സിലേക്ക് ഇമെയിലായിട്ട് ഇന്ന് തന്നെ അയക്കുക. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഇമെയിലായി അയക്കുക. കോടതികളുടെ അഡ്രസ്സ് ഞാൻ തരുന്നു, കോടതികളിലേക്ക് അയക്കുക. അവർ സ്വയമേ കേസെടുക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷമല്ല കേസെടുക്കേണ്ടത്. കോടതികൾ കേസെടുക്കണം, കമ്മീഷനുകൾ കേസെടുക്കണം. കോടതികളിലേക്കും അതിനെ പൊതുപ്രവർത്തകർ സന്നദ്ധമാകണം. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ സന്നദ്ധരാകണം. സാമൂഹ്യ പ്രവർത്തകർ ഇവിടെ തയ്യാറാകണം. ഒരു ഇൻഡിവിജ്വലിന് ഉള്ളത് വിവരാവകാശ രേഖയാണ്. ഈ വിവരാവകാശ രേഖ അനുസരിച്ച് നമ്മൾ ഇത് കണ്ടെത്തുക തന്നെ വേണം. ആരാണ് ഈ പേപ്പർ മൂല്യനിർണ്ണയം നടത്തിയത് എന്ന് അറിയാനുള്ള അവകാശം എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്.
എല്ലാവർക്കും ഇതിന്റെ ഉണ്ട്. എന്താണ് ഈ മൂല്യനിർണ്ണയം നടത്തിയത്, ആരാണ് ഇത് മൂല്യനിർണ്ണയം നടത്തിയത്, എങ്ങനെയാണ് ഇത് മൂല്യനിർണ്ണയം നടത്തിയത് എന്ന് അറിയാനുള്ള അവകാശം നമുക്കുണ്ട്. ഇയാൾ എവിടെയാണ് പഠിപ്പിക്കുന്നത്, ഇയാളെ അപ്പോയിന്റ് ചെയ്തത് ആരാണ്, ഈ നമ്പർ ഈ എൻറോൾമെന്റ് നമ്പർ പേപ്പർ ഇവാലുവേറ്റ് ചെയ്ത വ്യക്തി ആരാണ്, ഈ ഇയാളുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എത്രയാണ്, മൂല്യനിർണ്ണയത്തിൽ ഇയാൾക്ക് എത്ര കൊല്ലത്തെ പങ്കുണ്ട്, അത് അറിയാൻ നമ്മൾ നിർബന്ധിതരായും ബാധ്യസ്ഥരാണ്. മാത്രമല്ല ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ വിജിലൻസ് സെല്ലുണ്ട്. വിജിലൻസ് സെല്ല് അന്വേഷിക്കണം. സ്റ്റുഡൻസ് ഇവാലുവേഷൻ ഡിവിഷൻ ഉണ്ട്. സ്റ്റുഡൻസ് ഇവാലുവേഷൻ ഡിവിഷൻ അന്വേഷിക്കണം. റീജിയണൽ സർവീസ് ഡിവിഷൻ ഉണ്ട്. റീജിയണൽ സർവീസ് ഡിവിഷന് അന്വേഷിക്കണം. സ്റ്റുഡന്റ് സർവീസ് സെന്റർ ഉണ്ട് ഇഗ്നോയിൽ തന്നെ, അവർ ഇത് അന്വേഷിക്കണം. മാത്രമല്ല പബ്ലിക് ഇൻഫർമേഷൻ അതോറിറ്റി ഓഫീസേഴ്സ് ഇഗ്നോയ്ക്ക് ഉണ്ട്. അതുപോലെ തന്നെ അപ്പലറ്റ് അതോറിറ്റി ഉണ്ട്. അവർക്ക് നമ്മൾ ഈ വിവരം കൊടുക്കുക തന്നെ വേണം, ഈ ചോദ്യം ചോദിക്കുക തന്നെ വേണം. പിന്നോക്ക വിഭാഗത്തിൽ SC ST OEC വിഭാഗത്തിൽപ്പെട്ടവർക്ക് വിവരാവകാശം 2005 പ്രകാരം കത്ത് അയക്കാൻ 1 രൂപ പോലും ചെലവില്ല. വെള്ളക്കടലാസിൽ നമ്മൾ ഇൻഫർമേഷൻ കൊടുത്താൽ മതി, അതിലൊരു സ്റ്റേറ്റ്മെന്റ് താങ്കൾ വച്ചാൽ മതി, ഞാൻ ഇന്ന വിഭാഗത്തിലെ വ്യക്തിയാണ്. താങ്കളോട് സർട്ടിഫിക്കറ്റ് പോലും ആവശ്യപ്പെടുകയില്ല, നിങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് മതി. 10 രൂപയുടെ സ്റ്റാമ്പ് പറ്റുകയാണെങ്കിൽ ഒട്ടിക്കുക. എല്ലാവരും 10 രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് അല്ല, കോർട്ട് ഫീ സ്റ്റാമ്പാണ്. 10 രൂപയുടെ കോർട്ട് ഫീ സ്റ്റാമ്പ് വെച്ച് ഇന്ന് ഞാൻ പറയുന്ന ഈ അഡ്രസ്സുകളിൽ നിങ്ങൾ കൃത്യമായി പങ്കെടുക്കുക, കൃത്യമായി ഈ നമ്മൾ അയക്കുക. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള മന്ദബുദ്ധികളായ അധ്യാപകരെ ഈ പഠിക്കപ്പുറം ഞാൻ പ്രണയിക്കുന്ന ഇഗ്നോ, നമ്മുടെ പ്രിയപ്പെട്ട ഇഗ്നോയിൽ പഠിക്കാത്ത ഒരു അധ്യാപകനാണ് ഈ അധ്യാപകൻ എന്ന് ഞാൻ ആണയിട്ട് പറയുന്നു. തമിഴ്നാട്ടിലെ ഏതോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കള്ളത്തരത്തിൽ കയറി വന്നിട്ടുള്ള ഒരു അധ്യാപകനാണ് ഇത് എന്ന് വ്യക്തമായ സൂചനയോടുകൂടിയാണ് ഞാൻ ഇത് പറയുന്നത്. തമിഴ്നാട്ടിലെ ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിലെ നിരോധിത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിരോധിത സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഇപ്പോൾ വലിയ കൊമ്പത്ത് ഇരിക്കുന്ന ഏതോ ഒരു ദുഷ്ടനാണ്, ഏതോ ഒരു ആട്ടിൻ തോലിട്ട ചെന്നായാണ് ഇത്തരത്തിൽ കുട്ടികൾക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന തരത്തിൽ വ്യാപാരം നടത്തുന്നത്. ഇവർ ചെയ്യുന്നത് എന്താണ് എന്ന് ഇവർ തന്നെ അറിയുന്നില്ല എന്നുള്ള ആപ്തവാക്യം നമ്മൾ ഓർക്കുക. ഈ മാർക്ക് ലിസ്റ്റിന്റെ പ്രത്യേകത നോക്കൂ. 50-ൽ 36, 72%, 50-ൽ 30, 60%, 50-ൽ 18, 35%, 50-ൽ 18, 35%, 100-ൽ 55, 55%, 100-ൽ 65, 65% ഉള്ള ഇത്രയും 6 സബ്ജക്റ്റുകളിലെ പോസിറ്റീവ് കോറിലേഷൻ, ഹൈ പോസിറ്റീവ് കോറിലേഷൻ, പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ഉള്ളപ്പോൾ ഒരു എണ്ണത്തിൽ മാത്രം നെഗറ്റീവ് കോറിലേഷൻ വരണമെങ്കിൽ ഇവിടെ കള്ളക്കളി അല്ലാതെ മറ്റൊന്നുമില്ല. ഒന്നിനെ ഇയാൾ മദ്യപിച്ചിട്ടായിരിക്കും പേപ്പർ നോക്കിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇയാൾ പേപ്പർ നോക്കിയിട്ടുണ്ടാവില്ല, എന്തെങ്കിലും തരത്തിലുള്ള മാർക്ക് കൊടുത്തിട്ടുണ്ടാവും. ഈ മൂല്യനിർണ്ണയം നടത്തിയ ആൾ നമുക്ക് അറിയണം, അയാൾ ഈ സമൂഹത്തെ തിരിച്ചറിയപ്പെടണം, അയാളെ സസ്പെൻഡ് ചെയ്യണം, അയാൾ ഈ പണി നിർത്തേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. ഒരു കുട്ടിക്കും സ്ട്രെസ് എന്താണെന്ന് ഇനി അറിയരുത്, ഇയാൾ അറിയണം എന്താണ് സ്ട്രെസ് എന്ന്. അതുകൊണ്ട് തന്നെ ഇഗ്നോയുടെ വിജിലൻസ് സെല്ലിലേക്കും നമ്മൾ പരാതി കൊടുക്കുക, സ്റ്റുഡന്റ് ഇവാലുവേഷൻ ഡിവിഷനിലേക്ക് പരാതി അയക്കുക, റീജിയണൽ സർവീസ് ഡിവിഷനിലേക്ക് അയക്കുക. എന്റെ ഈ വാക്കുകൾ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് നമ്മളുടെ ഇടയിൽ വീഡിയോയിലൂടെ യൂട്യൂബിലൂടെ തരംഗങ്ങൾ സൃഷ്ടിക്കുന്ന നല്ല നല്ല റിട്ടയർഡ് ജഡ്ജിമാരുണ്ട്. ആ ജഡ്ജിമാരുടെ അടുത്തേക്ക് ഈ വിവരം എത്തുന്നത് വരെ നിങ്ങൾ ഇത് പരമാവധി ഷെയർ ചെയ്യുക. അവരും ഇത് പ്രോത്സാഹിപ്പിക്കട്ടെ. മനുഷ്യാവകാശ പ്രവർത്തകന്മാർ, സാമൂഹ്യ പ്രവർത്തകന്മാർ, പൊതുപ്രവർത്തകർ, കോടതികളിലെ ഉദ്യോഗസ്ഥർ ഉണ്ട്. ഇത് നമ്മുടെ കൊച്ചിൻ ബേസിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഹൈക്കോടതി ഉള്ളത് കൊച്ചിയിലാണ്, മനുഷ്യാവകാശ കമ്മീഷൻ ഉള്ളത് കൊച്ചിയിലാണ്, അതുപോലെ തന്നെ യുവജന കമ്മീഷന്റെ ആസ്ഥാനം ഉള്ളത് കൊച്ചിയിലാണ്. എല്ലാറ്റിന്റെയും ഉള്ളത് കോടതികളും കേസുകളും കമ്മീഷനുകളും എല്ലാം ഉള്ളത് ഇവിടെയാണ്. ഇഷ്ടംപോലെ സാമൂഹ്യ പ്രവർത്തകരുണ്ട്, MP-മാരുണ്ട്, MLA-മാരുണ്ട്, രാഷ്ട്രീയ പ്രബുദ്ധരുണ്ട്. ഇവരെല്ലാം ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു അടിയിലൂടെ പണി പറ്റിക്കുന്ന വൃത്തികെട്ട ചെന്നായ്ക്കൾ
ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കൾ അധ്യാപകരുടെ വേഷത്തിൽ ഇഗ്നോയിൽ വേണ്ടേ വേണ്ട, അവരെ പിടിച്ച് പുറത്താക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, എഴുതിയെടുത്തോളൂ. നാഷണൽ കമ്മീഷന്റെ ആണ് ഇനി ഞാൻ പറയുന്നത്. നാഷണൽ കമ്മീഷന്റെ കേരള ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ താങ്കൾക്ക് കിട്ടും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇന്ത്യ. അതിലേക്ക് അതിലെ ചെയർപേഴ്സന്റെ ഇമെയിൽ ID എഴുതിയെടുത്തോളൂ. hrckerala@gmail.com. ഓക്കെ, ഇപ്പോൾ ഉദ്യോഗസ്ഥർ മാറിയിട്ടുണ്ടെങ്കിലും ഈ ഇമെയിൽ ID തന്നെയാണ് അവിടെ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. 0471230726 4904745 HRC Human Right Commission, HRC Human Right Commission Kerala Trivandrum @gmail.com, http://www.com KS Kerala State Human Rights HR Commission c.kerala.gov.in, Turbo Plus Tower, PMG Junction, Vigas Bhavan PO, തിരുവനന്തപുരം 695033. നിങ്ങൾ ഈ കൃത്യമായി ഹ്യൂമൻ റൈറ്റ്സിലേക്ക് പരാതികൾ അയക്കുക. മെമ്പർ ശ്രീ P. മോഹൻദാസ് അവർക്ക്, മെമ്പർ VK ബീനാകുമാരി അവർക്ക്, സെക്രട്ടറി വിജയകുമാർ T അവർക്ക്, രജിസ്ട്രാർ ശ്രീമതി GS ആശ അവർക്ക്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീ നാസർ H അവർക്ക്, ഫിനാൻസ് ഓഫീസർ, ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, കൃത്യമായി ഈ അഡ്രസ്സിൽ കൊടുക്കുക. ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്, പബ്ലിക് റിലേഷൻ ഓഫീസേഴ്സ്, ഇവർക്ക് കൃത്യമായി ഇവരുടെ ഡിസിഗ്നേഷൻ വെച്ച് തന്നെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലേക്ക് പരാതികൾ അയക്കുക. ഒന്ന്. രണ്ടാമത്തത്, ഇനി നമുക്ക് യുവജന കമ്മീഷനിലേക്ക് പോകാം. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ഇവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത്, ഇവർ എന്ത് ഉത്തരം നൽകുന്നു എന്നുള്ളത് നമുക്ക് വിഷയമല്ല. നാളെ കോടതിയിലേക്ക് പോകാൻ നമ്മെ സഹായിക്കേണ്ടത് ഇവരൊക്കെയാണ്. ഇവരുടെ നമ്മളുടെ സ്ട്രെസ് മനസ്സിലാക്കണം. നമ്മളുടെ കുട്ടികൾക്ക്, ഇഗ്നോ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ദുരന്തം വന്നതിന് ശേഷം ഇവരെല്ലാം സടകുടഞ്ഞ് എണീറ്റ് വന്നാൽ മതിയോ സുഹൃത്തുക്കളെ? ഒരു ആപത്ത് വരുന്നതിന് മുമ്പ് ആ ആപത്ത് തടയേണ്ടതാണ്. ആയിരക്കണക്കിന് കുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള മാർക്കുകൾ 2 മാർക്കും 0 മാർക്കും കൊടുത്ത് ഇവർ പന്താടുന്നത്. 1.5 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ. എനിക്ക് അറിയാവുന്ന സംഗതി അനുസരിച്ച് ഇത്തരത്തിലുള്ള മൂല്യനിർണ്ണയം നടത്തുന്നവർ പല തരത്തില് തമിഴ്നാടിന്റെ സർട്ടിഫിക്കറ്റുകൾ വെച്ച് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. എന്റെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായ. എനിക്കെതിരെ ആര് എന്ത് പ്രലോഭനത്തിന്റെ കേസ് കൊടുത്താലും എനിക്ക് ഒരു ചുക്കുമില്ല. ഞാൻ ഇത് സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, പുണ്യമായ ഈ ദിവസങ്ങളിലാണ് ഞാൻ ഇത് ചെയ്യുന്നത്. നമുക്ക് ഇത്തരത്തിലുള്ളവരെല്ലാം ഇതിന്റെ പിന്നിൽ ഉണ്ടാകും. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ കോണ്ടാക്ട് അസ് എന്നിൽ പോയി അതിന്റെ അകത്ത് റൈറ്റ് ടു ഇൻഫർമേഷന് നമ്മൾ അവരോട് പറഞ്ഞ പരാതിക്ക് അവർ എന്ത് പരിഹാരം തന്നു, എന്തൊക്കെ അന്വേഷിച്ചു എന്നുള്ളത് ഭാവിയിൽ അവർക്ക് RTI നമുക്ക് അയക്കാം. ഇപ്പോൾ അവരുടെ RTI അല്ല വേണ്ടത്. CMO പോർട്ടൽ ചാർജ് ഓഫീസറിന് നമ്മൾ ഇത് നിർബന്ധമായും അയക്കുക. അവർ കേരള സ്റ്റേറ്റ് യൂത്ത് കമ്മീഷൻ +2 കഴിഞ്ഞ ഡിഗ്രി 18 വയസ്സ് മുതൽ ഈ ഡിഗ്രി കഴിയുന്ന PG കഴിയുന്ന എല്ലാവരും യുവജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ കേരള സ്റ്റേറ്റ് യൂത്ത് കമ്മീഷൻ, വികാസ് ഭവൻ, തിരുവനന്തപുരം, തിരുവനന്തപുരം 4047123086330 ഈ നമ്പറുകളിലേക്ക് നമ്മൾ, അതുപോലെ തന്നെ അവരുടെ ഇമെയിലിലേക്ക് നിങ്ങൾ ഇന്ന് തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത് ഇമെയിൽ അയക്കൂ. ഇന്ന് തന്നെ ഇൻഫർമേഷൻ പോകട്ടെ. 2 ദിവസം കഴിഞ്ഞ് നമ്മളുടെ പോസ്റ്റലില്, രജിസ്റ്റേർഡ് പോസ്റ്റലില് കത്തുകൾ അയക്കുക. ആ അയക്കുന്ന കത്തുകളുടെ കോപ്പികൾ കയ്യിൽ സൂക്ഷിക്കുക. നിർബന്ധമായും നമ്മൾ കോടതികളെ സമീപിക്കേണ്ടതുണ്ട്, വിവിധ കമ്മീഷനുകളെ സമീപിക്കേണ്ടതുണ്ട്. ഇതിനു മുമ്പ് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്തോ എന്നൊരു ചോദ്യമുണ്ട്. ആ അപ്ലൈ ചെയ്തോ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഉത്തരം കൊടുത്തേ പറ്റൂ. നമ്മൾ പരാതി നേരത്തെ അയച്ചിട്ടുണ്ടാകണം. കേരള യൂത്ത് കമ്മീഷൻ @gmail.com ഇൻഫർമേഷൻ അയക്കുക. പ്രിയപ്പെട്ടവരെ, ഏറ്റവും സുപ്രധാനമായ സംഗതികളാണ് ഇനി ഞാൻ താങ്കൾക്ക് നൽകുന്നത്. ഇഗ്നോയുടെ ഹോം പേജിൽ
ഇഗ്നോയുടെ ഹോം പേജിൽ, ഞാൻ ഹോം പേജ് എടുത്ത് തന്നെ അക്കാര്യത്തിലേക്ക് വരാം. ഇഗ്നോയുടെ ഹോം പേജ് igno.ac.in എന്നുള്ള ഹോം പേജിലേക്ക് നമ്മൾ പോകുന്നു. ഇഗ്നോയുടെ ഹോം പേജ്, ആ ഇഗ്നോയുടെ ഹോം പേജിൽ നമുക്ക് ഹോം പേജിലെ ഒന്നാമത്തെ ലിങ്കില് ഇഗ്നോയുടെ ഹോം പേജ് റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു ഇൻഫർമേഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. റൈറ്റ് ടു ഇൻഫർമേഷനിലേക്ക് നമ്മൾ ആരെയൊക്കെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്? ഇവിടെ ലിസ്റ്റ് ഓഫ് PIOs, AIOs നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. PIOs പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, എഴുതിയെടുത്തോളൂ. അക്കാഡമിക് കോഓർഡിനേഷൻ ഡിവിഷൻ, ഇത് അക്കാഡമിക് മാറ്റർ ആണ്. അക്കാഡമിക് കോഓർഡിനേഷൻ ഡിവിഷനിലേക്ക് നിർബന്ധമായും നമ്മൾ ചെയ്യുക. അത് ഈ വീഡിയോയിൽ ഉണ്ട്. അക്കാഡമിക് കോർഡിനേഷൻ ഡിവിഷൻ RTI എല്ലാറ്റിന്റെയും ഒരേ അഡ്രസ്സാണ്, എല്ലാറ്റിന്റെയും ഒരേ അഡ്രസ്സാണ്. ഇഗ്നോ മൈദാൻ ഗാർഹി, നോക്കൂ ഈ വീഡിയോയിൽ കൃത്യമായി ഞാൻ കാണിക്കുന്നു. ഇഗ്നോ മൈദാൻ ഗാർഹി കൃത്യമായി ഞാൻ വലുതാക്കി കാണിക്കാം. ഇഗ്നോ മൈദാൻ ഗാർഹി, മൈദാൻ ഗാർഹി, ന്യൂഡൽഹി 110068, 110068. ഇനി നമുക്ക് അക്കാഡമിക് കോർഡിനേഷൻ ഡിവിഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ, അവിടെ എല്ലാം ഇമെയിൽ ID ഉണ്ട്. കൃത്യമായി ആ ഇമെയിൽ IDയിലേക്ക് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുക. വിജിലൻസ് സെൽ, ഇഗ്നോയിലെ വിജിലൻസ് സെല്ലാണ് ഇത് കാര്യമായി ശ്രദ്ധിക്കേണ്ടത്. ആ ഇമെയിൽ അഡ്രസ് എടുത്തു എഴുതിയോളൂ. ചീഫ് വിജിലൻസ് ഓഫീസർ, വിജിലൻസ് സെൽ, ഇഗ്നോ മൈദാൻ ഗാർഹി, ന്യൂഡൽഹി 110068. അനിൽ _Kumar @igno.ac.in അദ്ദേഹത്തിന് നേരിട്ട് നമുക്ക് ഇൻഫർമേഷൻ കൊടുക്കാം. സ്റ്റുഡന്റ് ഇവാലുവേഷൻ ഡിവിഷൻ, രജിസ്ട്രാർ സ്റ്റുഡന്റ് ഇവാലുവേഷൻ ഡിവിഷൻ, ഇമെയിൽ ID manoj@igno.ac.in. ഇമെയിൽ ഇന്ന് തന്നെ നമ്മൾ അയക്കുക. അതുപോലെ തന്നെ ഒരേ മാറ്റർ എല്ലാവർക്കും ഇമെയിൽ അയക്കാം. സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ ഡിവിഷൻ രഞ്ജിത പാണ്ഡ @igno.ac.in. ഇവരെല്ലാം രജിസ്ട്രാർ, ആ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഇഗ്നോ മൈദാൻ ഗാർഹി, ന്യൂഡൽഹി എന്നുള്ള അഡ്രസ്സിലേക്ക്. അതേപോലെ തന്നെ നമുക്ക് നിർബന്ധമായും നമ്മൾ പോകേണ്ടതാണ് നമ്മളുടെ റീജിയണൽ സെന്ററിലേക്ക്. അവിടുന്ന് ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് അപ്പലറ്റ് അതോറിറ്റിയെ നമുക്ക് സമീപിക്കാം. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവുക. സ്കൂൾ ഓഫ് ഇന്റർ ഡിസിപ്ലിനറി ആണോ, സ്കൂൾ ഓഫ് ജേർണലിസം ആണോ, സ്കൂൾ ഓഫ് ട്രാൻസ്ലേഷൻ ആണോ, സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസിലാണ്, ഹ്യൂമാനിറ്റീസിലാണ് ഈ സൈക്കോളജി ഒക്കെ വരുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. സ്കൂൾ ഓഫ് ഫോറിൻ ലാംഗ്വേജസ് ആണ് MEG അറബിക് എല്ലാം വരുന്നത്. സ്കൂൾ ഓഫ് സയൻസസ്, സ്കൂൾ ഓഫ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനിലാണ് നമ്മുടെ MSc CFT എല്ലാം വരുന്നത്. സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക്, സ്കൂൾ ഓഫ് ലോ എന്ന് പറയുന്ന ഒരുപാട് സ്കൂളുകൾ ഉണ്ട്. ആ സ്കൂളുകൾ കൂടാതെ നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളാണ്. ഇഗ്നോ RC അഹമ്മദാബാദ്, നമുക്ക് ആവശ്യം ഇഗ്നോ RC കൊച്ചിൻ എന്നുള്ളതാണ് നമുക്കിവിടെ ആവശ്യം. ഇഗ്നോ RC കൊച്ചിനിലെ നമ്മുടെ PIO പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുന്നത് റീജിയണൽ ഡയറക്ടർ ആണ്. അത് എഴുതിയെടുത്തോളൂ. ഇഗ്നോ റീജിയണൽ സെന്റർ കലൂർ 682017 കൊച്ചിൻ. മൊബൈൽ നമ്പർ, ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവർ എടുക്കില്ല. ഇമെയിൽ അയച്ചോളൂ rc@igno.ac.in. അവരിൽ നമുക്ക് ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ പിന്നീട് അതേ ഓഫീസിലെ അപ്പലറ്റ് അതോറിറ്റിയില് നമുക്ക് ന്യൂഡൽഹിയിലേക്ക് നമുക്ക് കൊടുക്കാം. ന്യൂഡൽഹിയിൽ അതും നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇവിടുന്ന് ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ ന്യൂഡൽഹിയിലെ അപ്പലറ്റ് അതോറിറ്റിക്ക് ഡയറക്ടർ റീജിയണൽ സർവീസസ് ഡിവിഷൻ RSD ഇഗ്നോ മൈദാൻ ഗാർഹി, ന്യൂഡൽഹി 110068 നമ്പറിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇതുപോലെ തന്നെ നമ്മൾക്ക് തന്നെ ഇനിയുമുള്ളത് ഇഗ്നോ വടകര. ഇഗ്നോ വടകരയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഇഗ്നോ തിരുവനന്തപുരത്തിന് നമ്മൾ അയക്കേണ്ടതുണ്ട്. അവിടുത്തെ അഡ്രസ്സുകളും ഞാൻ പറഞ്ഞു തരാം. ഇഗ്നോ ട്രിവാൻഡ്രം, ഇഗ്നോ ട്രിവാൻഡ്രം, ഇഗ്നോ റീജിയണൽ
റീജിയണൽ സെന്റർ, രാജധാനി ഷോപ്പിംഗ്. ഇപ്പൊ അവിടെ അഡ്രസ് മാറിയിരിക്കുന്നു സുഹൃത്തുക്കളെ. നമുക്ക് rc.trandrum@igno.ac.in എന്നുള്ളതിലേക്ക് കൊടുക്കാം. ഇവിടുന്ന് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് പിന്നീട് അപ്പലറ്റ് അതോറിറ്റിക്ക് സ്റ്റുഡന്റ് റീജിയണൽ സർവീസസ് ഡിവിഷനിലേക്ക് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ RC വടകരയിലെ ഇവിടെ തന്നെയാണ്, വടകര നട്ട് സ്ട്രീറ്റിൽ തന്നെയാണ് ഇഗ്നോ റീജിയണൽ സെന്റർ, മാധവി ബിൽഡിംഗ്, നട്ട് സ്ട്രീറ്റ്, PC വടകര, മലബാർ വടകര 673101 കേരള. RC Vadagara@igno.ac.in ഇവിടെ നിന്ന് നമുക്ക് നീതി ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും നമുക്ക് അപ്പലറ്റ് അതോറിറ്റിയെ സമീപിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. പറഞ്ഞു വന്നത് ഒരിക്കൽ കൂടി ഞാൻ താങ്കൾക്ക് വേണ്ടി ആവർത്തിക്കുകയാണ്. അധ്യാപക വേഷം കെട്ടിയ മന്ദബുദ്ധികളുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ചെന്നായ്ക്കൾ എന്ന് ഇവരെ വിളിക്കാൻ പറ്റില്ല, കാരണം അധ്യാപകരായി പോയല്ലോ. കുടിയന്മാരുണ്ട് എന്ന് നമുക്കറിയാം, അതുപോലെ തന്നെ തെമ്മാടികൾ ഇക്കൂട്ടത്തിൽ ഉണ്ട് എന്നറിയാം. ഇങ്ങനെ വിദ്യാർത്ഥിനികളുടെ ഭാവി പന്താടുന്നവർ നമ്മുടെ ഇടയിൽ ഒരു കാരണവശാലും അധ്യാപകന്റെ കോട്ടണിഞ്ഞുകൊണ്ട് മൂല്യനിർണയ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കാൻ പാടില്ല. ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികൾ ഈ സങ്കടത്തോടുകൂടി നമ്മളോട് കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് നീതി ലഭ്യമാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ്, ഇത്തരത്തിലുള്ള ഒരു സംഗതി, ഇതൊരു ഉദാഹരണത്തിലാണ് ഈ ഒരൊറ്റ എണ്ണം പറഞ്ഞത്. നിങ്ങളുടെ ഇൻഫർമേഷൻ കൃത്യമായി വെച്ച് നിങ്ങൾക്കുണ്ടാകുന്ന വിഷമം നിർബന്ധമായും നമ്മൾ ഇത് ഷെയർ ചെയ്യുക. ഇനി കാത്തിരിക്കാൻ 2023 ഡിസംബറിലാണല്ലോ ഈ ഒരു പരിപാടി നിങ്ങൾ കെയർലെസ് ഇവാലുവേഷനെതിരെ ഒരു സംഘാടനം സംഘടിപ്പിച്ച് നമ്മൾ കുറെ പരാതികൾ അയച്ചത്. ഇനിയിപ്പോൾ അടുത്ത പരീക്ഷ വരുന്നതിന് മുമ്പ് ഇതിന് നമ്മൾ പൂട്ടിയില്ല എങ്കിൽ ഒരുപാട് ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകും. 4 മാസത്തോളം നമ്മൾക്ക് നീതി കിട്ടാതെ നമ്മൾ ഇരുന്നു. നമ്മളുടെ വാക്കുകൾ ഒരാളും കേട്ടില്ല. ആയിരക്കണക്കിന് രൂപകൾ നമ്മൾ കൊടുത്ത് നമ്മൾ ഹൈക്കോടതിയിലേക്ക് കേസ് പോകേണ്ടതല്ല. ഇത് ഒരു കുട്ടികളുടെ കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ ഈ വാക്കുകൾ കോടതികൾ സ്വമേധയാ കേസുകൾ എടുക്കേണ്ടതാണ്. കമ്മീഷനുകൾ അഥവാ മനുഷ്യാവകാശ കമ്മീഷൻ, യുവജന കമ്മീഷനുകൾ കേസെടുക്കേണ്ടതാണ്. ഈ വാക്കുകൾ കിട്ടുന്നത് വരെ, അവർ ഇക്കാര്യങ്ങൾ മനസ്സിലാകുന്നത് വരെ, ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാകുന്നത് വരെ അവർ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരുടെ അടുത്തേക്ക് പോവുക. നിങ്ങളുടെ പരാതികൾ അവരിലേക്ക് ഒഴുകട്ടെ. ഈശ്വര കൃപയിൽ നമുക്ക് ശുഭപ്രതീക്ഷയുണ്ട്. ഏറ്റവും നല്ല നമ്മുടെ നാട്ടിൽ നമുക്ക് ഏറ്റവും വിശ്വാസമുള്ളത് കോടതികളാണ്. കോടതികൾ നമുക്ക് നിർബന്ധമായും നീതി നൽകും എന്നുള്ളത് വളരെ ഉറപ്പാണ്. യൂട്യൂബിൽ തിളങ്ങി നിൽക്കുന്ന റിട്ടയർഡ് ജഡ്ജിമാരെല്ലാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ട്. അവരുടെ അടുത്തേക്കും ഈ വീഡിയോ എത്താൻ അവർക്ക് പേഴ്സണലി ഒരു മെസ്സേജ് അയക്കുക. അവരുടെ വീഡിയോയുടെ ചുവട്ടിൽ സാർ ഇങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട്, പേഴ്സണലി മെസ്സേജ് അയക്കുക, ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം, ഞങ്ങൾക്ക് നിയമസഹായം നൽകണം എന്നെല്ലാം പറഞ്ഞ് നമ്മൾ അതിന് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ കളക്ടർമാർക്കും ഇതിന്റെ ഇൻഫർമേഷൻസ് കൊടുക്കുക. നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ട് ഇഗ്നോ ഉന്നത ഭാരത് അഭിയാൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ. ഇഗ്നോ ഉന്നത ഭാരത് അഭിയാൻ എന്ന് പറയുന്ന ഒരു സംഭവം നടത്തുന്നുണ്ട്. ആ ഉന്നത ഭാരത് അഭിയാന്റെ മേൽനോട്ടം ഓരോ ജില്ലാ കളക്ടർമാരാണ്. അപ്പോൾ നിർബന്ധമായും ഇഗ്നോയുടെ ഐഡന്റിറ്റി കാർഡ് ഉള്ള ഒരു 4 കുട്ടികൾ കളക്ടറിനെ ചെന്ന് നേരിട്ട് വിവരം കാണുക. ഉന്നത ഭാരത് അഭിയാൻ എന്ന് പറയുന്ന പ്രോഗ്രാം ഇഗ്നോയ്ക്ക് ഉണ്ട്. ആ ഉന്നത ഭാരത് അഭിയാൻ നമ്മുടെ ഭാരതത്തെ ഉന്നതത്തിലേക്ക് എത്തിക്കാനുള്ള ഭഗീരഥ പ്രയത്നം ഇന്ത്യയിൽ ഉടനീളം കളക്ടർമാരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കോമാളിത്തരം നടത്താൻ ഒരാളെയും നമ്മൾ അനുവദിച്ചൂടാ. ഇത്തരത്തിലെ കള്ള നാണയങ്ങളെ തിരിച്ചറിയണം. സ്വാഭാവികമായും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൽ നിങ്ങൾക്ക് വിവരം കിട്ടാനുള്ള ഒരു സാധ്യത ഈ അധ്യാപകന്റെ പേര് വെളിപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയില്ല, കാരണം അത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് എതിരാണ് എന്ന് പറയും. സുപ്രീം കോടതി പുതിയതായി പറഞ്ഞിരിക്കുന്ന ഓർഡർ അനുസരിച്ച് ഇത്തരത്തിലുള്ള ആളുകളുടെ നമ്മൾ കുടുംബ പശ്ചാത്തലവും അയാളുടെ കുടുംബകാര്യങ്ങളും ഒന്നുമല്ല നമ്മൾ ചോദിക്കുന്നത്. ആ വ്യക്തിയുടെ പേര്, എല്ലാ സ്ഥാപനത്തിലും വ്യക്തികളുടെ പേരുകൾ വച്ചിരിക്കണമെന്നും വ്യക്തികൾക്ക് ഐഡന്റിറ്റി കാർഡ് ഉണ്ടാകണം എന്നുള്ളതുമാണ് റൂൾ.
അപ്പോൾ സ്വാഭാവികമായും ആ വ്യക്തിയുടെ പേര്, ആ വ്യക്തിയുടെ ഡിസിഗ്നേഷൻ, ആ വ്യക്തി ഇഗ്നോയിൽ പഠിപ്പിക്കുന്നത് എത്ര കൊല്ലമായി, മൂല്യനിർണ്ണയം നടത്തുന്നത് എത്ര കൊല്ലമായി, അയാൾ ഡിഗ്രി എടുത്തത് എവിടെയാണ്, PG എടുത്തത് എവിടെയാണ്, അതുപോലെ തന്നെ അയാൾക്ക് ഈ ഇഗ്നോയിലെ മൂല്യനിർണ്ണയം നടത്താൻ അവകാശം കിട്ടിയത് എത്രത്തോളമാണ്, അയാൾ ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള ഇവാലുവേഷനിൽ അയാൾക്കെതിരെ എന്തെങ്കിലും പരാതികൾ ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ എല്ലാ ഇൻഫർമേഷനും വിജിലൻസ് അന്വേഷിച്ചോളും. നമ്മൾ ഈ വിവരം അവരുടെ അടുത്തേക്ക് കൊടുക്കുക മാത്രം ചെയ്താൽ മതി. ഞാൻ സത്യത്തിന് വേണ്ടിയാണ് ഈ വീഡിയോ പുറപ്പെടുവിക്കുന്നത്. സ്ട്രെസ് എന്ന് പറയുന്ന ആ കുട്ടിയുടെ വാക്ക്, ഞാൻ സ്ട്രെസ്സിലാണ് എന്നുള്ള വാക്ക് എന്റെ മകൾക്കുണ്ടാകുന്ന ഒരു സങ്കടം പോലെയാണ് എനിക്ക് തോന്നിയത്. എന്റെ മകൾക്ക് എന്റെ വാക്ക് കേട്ട് ഇഗ്നോയിലേക്ക് അഡ്മിഷന് വന്ന ഒരു പെൺകുട്ടിക്ക് സ്ട്രെസ് എന്ന് കേൾക്കുമ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിരക്ക് എന്നിലെ രക്തം തിളയ്ക്കുകയാണ്. ഒരു കാരണവുമില്ലാതെ തന്നെ തിളയ്ക്കുകയല്ല, വളരെ ആഴത്തിൽ ഒരു കൊല്ലമായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ഈ കെയർലെസ് ഇവാലുവേഷൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വീഡിയോ പൂർണ്ണമായി കേട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. നിങ്ങളുടെ വാക്കുകൾക്ക് വേണ്ടി, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി എന്റെ 4 മൊബൈൽ നമ്പറും എപ്പോഴും സ്വിച്ച് ഓണിലായിരിക്കും. താങ്കൾക്ക് വാട്സാപ്പിൽ വേണ്ട നിർദ്ദേശങ്ങൾ ലഭ്യമാക്കാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ഇനി ഒരു കുട്ടിക്ക് ഇത്തരത്തിലുള്ള കെയർലെസ് ഇവാലുവേഷനിലൂടെ ഒരു അധപ്പതനം ഉണ്ടാകരുത്. പഠിക്കാത്ത ഒരു കുട്ടിക്കാണ് എങ്കിൽ നമ്മൾ ഇത് പറയുന്നേ ഇല്ല. 7 വിഷയത്തിൽ 7 സബ്ജക്റ്റിൽ 6 എണ്ണത്തിൽ വിജയിച്ച കുട്ടി 7ാമത്തെ വിഷയത്തിൽ എങ്ങനെ മന്ദബുദ്ധിയാകും? ഒരു സയൻസും അത് പ്രൂവ് ചെയ്തിട്ടില്ല. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിൻബലത്തിലാണ് മുഹമ്മദ് മുബാറക് മാസ്റ്റർ വെല്ലുവിളിക്കുന്നത് ഈ അധ്യാപകരോട്, ഈ നിയമസംഹിതയോട് വെല്ലുവിളിക്കുന്നത്. ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലക്ക്, മാത്രമല്ല ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ എന്നുള്ള നിലക്ക്, ഹൈ പോസിറ്റീവ് കോറിലേഷൻ എന്നുള്ള സിദ്ധാന്തത്തെയാണ് ഞാൻ അടിസ്ഥാനമാക്കി ഇവിടെ നടത്തുന്നത്. ഇതൊരു ഹൈപ്പോത്തസിസിലൂടെയാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. എല്ലാ വിഷയത്തിലും ഹൈ പോസിറ്റീവ് കോറിലേഷൻ ഉള്ളപ്പോൾ ഒരു വിഷയത്തിൽ ഒരു കുട്ടിക്ക് മാർക്ക് ഉണ്ട് എങ്കിൽ അത് ആ മൂല്യനിർണ്ണയം നടത്തിയവന്റെ കുഴപ്പമാണ്, അല്ലാതെ വിദ്യാർത്ഥിയുടെ കുഴപ്പമല്ല എന്ന് ആണയിട്ട് പറയാൻ എല്ലാ സയൻസും തയ്യാറാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് തയ്യാറാണ്, പ്രോബബിലിറ്റി സിദ്ധാന്തം തയ്യാറാണ്, കോറിലേഷൻ അനാലിസിസ് തയ്യാറാണ്. എന്റെ ഈ വാക്കുകൾ പരമാവധി ഷെയർ ചെയ്യുക. നല്ലത് ഉണ്ടാകട്ടെ. സത്യമേവ ജയതേ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.